ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര നല്ല രസമുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ആപ്പിളോളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ, ചെറുതാക്കി. ഫലൂദയുടെ മോഡലും കൂടിയാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് സലാഡ്. ഫലൂദയുടെ ചെറിയൊരു മോഡലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ബനാന വേണം, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് കുറച്ചധികം ഫ്രഷ് ക്രീമും അതേമാതിരി ഒരു വലിയ കപ്പോളം വരുന്ന ഇതെടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട് സലാഡിൽ കേൾക്കാൻ ഇഷ്ടമായത് മുന്തിരിയും ആപ്പിളും ബനാനയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബനാനയും ആപ്പിളും മുന്തിരിയും അതേമാതിരി അനാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. അനാറ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതിലൊന്നാമതേ സാധനങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ പിന്നെ നമുക്കിനി അനാറ് വെറുതെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സേമിയം വേവിച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ വയറ് നിറയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ, ഓവറായിട്ട് കഴിച്ചാൽ നമുക്ക് മത്ത പിടിക്കും. ഇനി മത്ത പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതൊക്കെയാണ് കേട്ടോ. കുറച്ചധികം ഭയങ്കര ടേസ്റ്റാണ്. നമ്മളറിയാം ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് കൂടി തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ആ ബനാന ആ ഒരു ക്രീമിൻ്റെ ഒപ്പം കിട്ടുന്ന സമയത്ത് അത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് ഇതിലിടുമ്പോൾ ആ ഒരു ബനാന കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഓരോന്നായിട്ട് ഒഴിച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു ഫ്രൂട്ട് സലാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഫലൂദൻ്റെ മാതിരിക്കും കൂടിയാണ് കേട്ടോ. അപ്പം ഇനി രണ്ടാമത്തെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു പെട്ടിയും കൂടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോട്ടിൽ തന്നെ മതിയാവും കേട്ടോ. ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് സെക്കൻഡ് ബോട്ടിലും കൂടി എടുത്തത്. പിന്നെ ഇത് നമ്മൾ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അത് ആ ഒരു വലിയ ബോട്ടിലുള്ളത് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കാണുമ്പോൾ ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടയാവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള സംഭവം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കാനും പറ്റും, പക്ഷെ ഞങ്ങൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അത് വേറെ ലെവലാണ് കേട്ടോ. ഇനി നമ്മൾ 4 ബൗൾസിലേക്ക് 6 ബൗൾസോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മളിത് നൈറ്റാണിത് റെഡിയാക്കിയത്. പിറ്റേ ദിവസം എടുത്തിട്ടാണ് കണ്ടോ, അതിൽ ചെറിയൊരു തിക്നെസ് വന്നിട്ട് കണ്ടോ. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് തിക്നാവും കേട്ടോ. നല്ലോണം ഒന്നും ആവില്ല, നമ്മൾ മാക്സിമം ഒക്കെ ആവും. നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറെന്നറിയാനുള്ള രീതിക്കാവും. ഇതിലാ സേമിയൻ്റെയും കൂടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഫലൂദൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, എങ്കിലും ഫലൂദൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ 4 ബൗൾസിലും 6 ബൗൾസിലാക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല, ഞങ്ങൾ സ്കൂളിൽ പോയിക്കായിരുന്നു. റാസിൽ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനൊക്കെ പാടെ കൂടിയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 6 പേർക്കും പാടെ കൂടിയിട്ട് റെഡിയാക്കി. പിന്നെ ഉമ്മാക്ക് അവർക്കൊക്കെ വേറെ ഇതിലെടുത്തു കേട്ടോ. ഇതിങ്ങനെ സ്നാക്സിനും മധ്യം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇതിന് ചെറിയ വിലയുള്ളൂ, നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന ചെറിയ പ്രൈസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു മോഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, വില കുറവിന് 99 ഉറുപ്പ്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എന്താ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.